നമ്മള് കറക്റ്റ് ഒരു പോയിന്റിലല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ തർക്കിക്കാൻ വേണ്ടി തർക്കിക്കണ പോലെ. ഇദ്ദേഹം പറഞ്ഞൊരു സാധനം കിട്ടിയത് ഞാൻ പറയാം. ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ എൻ്റെ ഒരു ചാറ്റ് ഷോ കൊണ്ടുപോകുന്നുണ്ട്. അതില് ഗീത മാം അടക്കമുള്ളവർ ഞങ്ങളിത് നിരന്തരം ഡിസ്കസ് ചെയ്യാറുണ്ട്. കുടുംബം എന്നൊരു സാധനം നമുക്കിപ്പോ ഒരു ആവശ്യമില്ലാത്ത സാധനം പോലെ ആയി മാറുന്നുണ്ട് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം. പിന്നെ അമ്മയുടെ ആൺ സുഹൃത്ത്, അച്ഛന്റെ പെൺ സുഹൃത്ത്, അങ്ങനെയൊക്കെ വന്നാൽ പിന്നെ തീർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നം സത്യം ഇപ്പൊ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനെ അല്ല അതിന്റെ അല്ല, അത് ഉണ്ടാവുന്നതിന്റെ അല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് ഞാൻ ഒട്ടും ഭയങ്കര സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ല വരുന്നത്. എന്റെ അമ്മയുടെ അച്ഛൻ മുതൽ അച്ഛനാണെങ്കിലും ഒക്കെ നമ്മളെ ഈക്വലി തന്നെ കൊണ്ടുപോയിട്ടുള്ള. ഇപ്പൊ ഞാൻ ചായ ഉണ്ടാക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പഠിക്കണം എന്നുള്ളതിൽ നിന്ന് ചായ ഉണ്ടാക്കിയേ പറ്റൂ എന്ന രീതിയിലല്ല നമ്മൾ വളർന്നിട്ടുള്ളത്. ഞാൻ പോയിട്ടുള്ള ഇപ്പൊ ശരണ്ന്റെ കുടുംബമാണെങ്കിലും ആ രീതിയിലല്ല കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. പക്ഷേ എല്ലാവർക്കും ഈ ഒരു പ്രിവിലേജ് കിട്ടണം എന്നില്ല. ഇപ്പൊ കോടതിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോ സാധാരണ സ്ത്രീകൾ കംപ്ലൈന്റ് കൊടുക്കുന്നത് ഓക്കെ, പക്ഷേ ഒരു പുരുഷനാണ് ഈ ഒരു ഇത് കൊണ്ടു കൊടുക്കുന്നതെങ്കിൽ സ്ഥിരമായിട്ട് ഒരു കുടുംബ പ്രശ്നം വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് എന്ത് ഫീൽ ചെയ്തു നമ്മൾ അന്വേഷിക്കുന്നില്ല. കാരണം ഇപ്പൊ നേരത്തെ ആ മാം പറഞ്ഞ പോലെ നമ്മളൊരു കുടുംബത്തിലേക്ക് വന്ന് കയറുന്നു എന്ന് എന്തിനെ കാണണം എന്ന് ചോദിച്ചു. അത് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ്. നീ ഇവിടുത്തെ മകളാണ് എന്നുള്ളതല്ല, നീ ഇവിടെ മരുമകളാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അങ്ങോട്ട് സ്വീകരിക്കുന്നതും. ഈ വിടുന്ന എല്ലാ വീടും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെ എന്നെ മോള് തന്നെയാണ് വിളിക്കണത്. പക്ഷേ ഇതേപോലെ നമ്മളെ പറഞ്ഞു വിടുന്നതും അങ്ങനെയാണ്. നീ അവിടെ ചെന്നാൽ നീ ഇനി പുതിയൊരു വീട്ടിലാണ്, പുതിയൊരു ജീവിതമാണ്, അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് ഈ സ്ത്രീയോട് പറഞ്ഞു വിടുന്നത്. ഇവൾക്ക് എന്തെങ്കിലും തിരിച്ച് വിഷമങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആരും ചോദിക്കാറില്ല. ഈ ഒരു പ്രശ്നം വന്ന് ഇത് കോർട്ടിലേക്ക് എത്തിക്കഴിയുമ്പം, കാരണം ഈ പുരുഷന്മാർ ഇതിൽ പോയി കഴിയുമ്പോൾ അവർക്കത് ബലം കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ഥിരം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇവള് ഭർത്താവിൻ്റെ വീട്ടിൽ ചേരില്ല, ഇവൾക്ക് മാനസിക രോഗം, ഇവൾക്ക് സംശയരോഗം, ആത്മഹത്യാ പ്രവണത, കൊലപാതക പ്രവണത എന്നും പറഞ്ഞ് അങ്ങ് എടുത്തിടുകയാണ്. അപ്പൊ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡിവോഴ്സിലേക്ക് എത്താണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത്. ഇതിന് പകരമായിട്ട് ഈ രണ്ട് മനുഷ്യരാണ് കണ്ടതും സംസാരിച്ചതും ഒരുമിച്ച് ജീവിച്ചതും. അവരിൽ നിന്നാണ്, അവരെ വിശ്വസിച്ചിട്ടാണ് ഒരു കുട്ടികൾ ഭൂമിയിലേക്ക് വരുന്നതും. ആ രണ്ടു പേര് സംസാരിക്കട്ടെ എന്ന് പിന്നീട് ഒരു പോയിന്റിലും ആരും അതിനുള്ളൊരു സ്പേസ് കൊടുക്കുന്നില്ല. ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഈ രണ്ട് തർക്കങ്ങളിലും ശ്രദ്ധിച്ചൊരു കാര്യം, പുരുഷനെ പറ്റിയും സ്ത്രീയെ പറ്റിയും നിങ്ങൾ രണ്ടുപേരും തർക്കിച്ചു, പക്ഷെ കുട്ടികളെ പറ്റി നിങ്ങൾ സംസാരിച്ചില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, കുഞ്ഞുങ്ങൾ വളരണം, കുഞ്ഞുങ്ങൾ ആരോഗ്യകരമായ സാമൂഹ്യ മാനസിക ആരോഗ്യത്തിൽ വളരണം.